എവിടെ എന്തിന്? ഓ പിന്നെ ഏർമാടത്തിൽ പോയി. വാടി ഇങ്ങോട്ട് വാ. വാ. എന്ത് എല്ലാരും ഏർമാടത്തൊന്നും പോകണ്ട. അവിടെ വരാൻ പോയി കിടപ്പോ. വാ വാ ഇങ്ങോട്ട് വാ. വേണ്ടേ? ആരെങ്കിലും നിന്നെ ഇറക്കി വിട്ടാണോ അവിടെ നിന്ന്? നീ എന്ത് നുണ പറയുന്ന കൊച്ചിനോട്? പിന്നെ എന്തിന്? ഏറുമാടത്തിലേ അവിടെ പൊടിയൊക്കെ വീണു. കൊച്ചിനെ ഓടിച്ചു വിടാൻ വേണ്ടി നമ്പർ ഇട്ടാ? എന്നോട് ചോദിച്ചു അപ്പ എന്ത് ഞാൻ പൊക്കോട്ടെന്ന് ചോദിച്ചു. അവർ മോൻ പൊക്കോളെന്ന് പറഞ്ഞു. ഇന്നലെ മരുന്ന് കൊടുത്തില്ല അവൾക്ക്. ഇന്നലെ ഇച്ചിരി ഞാൻ കൊടുത്തിട്ട് കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ കൊടുത്തില്ല. അപ്പോൾ അത് ഇന്ന് രാത്രി ചെറുതായിട്ട് പിന്നെയും കൂടി. എന്നാലും കഴിഞ്ഞ ദിവസത്തെ പോലെ ഇല്ല. ഇനി പഠിപ്പിച്ച് 2 ദിവസം കൂടെ കൊടുക്കാം. ഇന്ന് ജാച്ചാച്ചിയുടെ അടുത്ത് പോവാണ്. കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്തുണ്ടാക്കണം. അവിടെ കൊണ്ട് സാധനം ഇറച്ചിക്കകത്തോട്ടിട്ട് പഴക്കെന്ന് പറഞ്ഞ് കറിയാക്കും. പകുതിയപ്പോൾ എന്നാ പണിയാ പറഞ്ഞെന്നറിയാം? വന്ന് കഴിക്കാനുള്ള പറഞ്ഞു. അതാണ് പണി. ഇടയ്ക്ക് ഒരു ബ്രഷ് എടുത്താ പിന്നെ മൂക്കൂത്തി മൂക്ക വെച്ചിട്ട് അങ്ങോട്ട് കഴുകണം. കഴുകാറുണ്ടോ? അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചതാ. ജലം പറക്കുക. തേങ്ങൽ തുടങ്ങി. എന്തോ വെള്ളം? കുടിക്കാൻ വെള്ളം? എടാ സിംബ എന്തേ? ആ സിംബ വരട്ടെ. നിനക്കിട്ടൊക്കെ കിട്ടുവേ. ഇന്നും വരുന്നുണ്ടേ. ഓടുന്നുണ്ടോ? എന്നാപ്പാ സിംബാടെ പാത്രത്തിൽ നിന്ന് ചോറെടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. സിംബാടെ പാത്രത്തിൽ നിന്ന് ചോറുണ്ടായിരുന്നു. അല്ല, ചോറ് കൊത്തുമായിരുന്നു. സിംബ ഓടി, കോഴി ഓടി. സിംബ ഓടി വന്നപ്പോൾ കോഴി ഓടി. അവനൊരു വരവായിരുന്നു കേട്ടോ. എന്നാ പൊന്നെ? സിംബയേ ഒറ്റ വരവായിരുന്നു അങ്ങോട്ട്. അടിപൊളി. ഇങ്ങോട്ട് ചേച്ചിമാർ ഓടി. ശങ്കരനും ഭാസ്കരനും ചേട്ടന്മാര്. ശങ്കരനേ സിംബയുടെ പാത്രത്തിൽ നിന്ന് ചോറ് കൊത്തി തിന്നു വരുന്നു. സിംബ ഒരു ഓട്ടം ഇങ്ങ് വന്നു. ഒരു വരവ് എന്നെ കണ്ടു വന്നാന്ന് തോന്നുന്നു. ശങ്കരൻ ജീവനും കൊണ്ടുകൂടി. നേരെ മറിച്ച് റോക്കിയുടെ അടുത്താണെങ്കിൽ റോക്കിക്കിട്ട് 2 കൊത്തും കൊടുത്തിട്ട് ചോറും കൊത്തി തിന്നിട്ട് അവന്മാർ പോകത്തുള്ളൂ. റോക്കി ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് കൊണ്ടിരിക്കും. ഉള്ള കൊത്തും മേടിച്ച്. അതോ ഫ്രിഡ്ജ് പെട്ടി? ആ അതാ ഫ്രിഡ്ജ് പെട്ടിക്കിടെ കാല്. ഫ്രിഡ്ജ് പെട്ടിയുടെ കാല്. ഷാമ്പുവൊക്കെ എത്ര ദിവസം കൂടിയാണ് വെളിയിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇന്നലെ തൊട്ട് നടക്കുന്നത്. നടക്കാൻ പറയുമ്പോൾ ഇന്നലെ മൊത്തം വെളിയിലായിരുന്നു കേട്ടോ. ഇന്നലെ പകുതി സമയം വൈകുന്നേരമൊക്കെ അങ്ങ് വെളിയിലായിരുന്നു. ഇപ്പോൾ രാവിലെ ഇറങ്ങി ഇങ്ങനെ വെളിയിൽ കൂടെ നടക്കുകയാണ്. അല്ല പിന്നെ ഈ ടി വി കണ്ടുകൊണ്ട് തന്നെ പെരയ്ക്കകത്തിരുന്ന് മഴയല്ലേ എന്നാ ചെയ്യാനാ. ഇതിനെ മേടിച്ചു കൊടുത്തിട്ടേ ഇവിടെ ഉള്ളേ. ആ ഇതിനെ ഇതേ പോയി. എൻ്റെ പൊന്നോ, നിങ്ങൾ പോകാൻ വേണ്ടിയാണ് കിടന്ന് ബഹളം വെക്കുന്നത്. പാലെടുക്കണേ.
എടുത്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എടുത്തോ? ഇത് ബൂസ്റ്റിൻ്റെ വല്ലതും ഉണ്ട് താഴത്തെ കടയിൽ. ബൂസ്റ്റിൻ്റെ ഉണ്ടോടി? ഉണ്ടെങ്കിൽ നിനക്ക് ഇതടിച്ച് തരായിരുന്നല്ലോ. ഇപ്പോൾ 2 പിച്ചയും കൂടെ മാറ്റടി. അപ്പോൾ അങ്ങനെ വഴി കിടക്കുന്ന കാണുമ്പോൾ കമ്പും മുള്ളുമൊക്കെ എടുത്തിട്ട് നമ്മൾ മാറ്റിക്കളയണം. പിന്നെ ആരെങ്കിലും അല്ല നമ്മൾ തന്നെ ഒന്ന് അല്ല നേരടി. അപ്പോൾ താടി പിടിച്ചോ? ഒന്നുമില്ല. ശരി, ബൈ. പിന്നെ കൊണ്ടോ? അവർ പോയി. എന്താ പൊന്നോ, നാരായണിയാ അല്ല ശാംഭവി. പോയോ? അവരേ ചാച്ചാച്ചിയുടെ അടുത്ത് പോയി. അപ്പ നാരായണി താഴെ വരെ പോയി. താഴെ പാലെടുക്കാനായിട്ട്. ഓഹോ, നിന്റെ ക്യാമറയുടെ മാല എൻ്റെ അപ്പയുടെ. എൻ്റെ അമ്മച്ചോ, ശാംഭവി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. രാവിലെ ടി വി വെക്കാമെന്ന് ചോദിച്ചപ്പം അപ്പോൾ പോട്ടെ എന്നിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുകയാണ് അവൾ ടി വി വെക്കാൻ വേണ്ടി. ടി വി വെച്ച് കൊടുത്താൽ അവളുടെ കാര്യമൊക്കെ. ഇത്ര നേരമായില്ലേ, ഇനി എന്തിനാളെ നമുക്കൊരു തരാലോ. കുഴപ്പമില്ല. മഴക്കാലാവസ്ഥ കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു ചെറിയ കാറ്റും തണുപ്പും മൂടലും വെയിലും രസമുണ്ട്. നമ്മളുണ്ടല്ലോ ഇത്രയും ഇതായിട്ടില്ലെന്നുള്ളൂ. ചിലപ്പോൾ അക്ഷരപ്പാണ്ട് അവിടെ വന്നില്ല, അവർ വിറക് കൊണ്ടുവന്നായിരിക്കും. അവിടുത്തെ ടി വി വെക്കാൻ നോക്കിയിട്ട് നടന്നില്ല. എന്തോ കംപ്ലൈൻ്റ് അല്ല, എന്തോ വന്നില്ല, എന്തൊക്കെയോ എനിക്കത് മനസ്സിലായില്ല. ഇത് നെറ്റില്ലാത്തതുകൊണ്ടായിരുന്നു. അങ്ങോട്ട് ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് അലമ്പുമായിരുന്നു. കാറി കിടന്നുറങ്ങി. എന്തോ വന്നു നോക്കട്ടെ. പാവം കരഞ്ഞ് കിടന്നുറങ്ങി. അവൾക്ക് അവിടെ കാണുമെന്ന് വെച്ചാൽ അവിടെ തന്നെ കാണാം. ഇവിടെ ഒന്ന് കാണാൻ പറഞ്ഞാൽ പറ്റത്തില്ല. എന്നൊക്കെ അവിടെ ഒന്ന് കാണണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു തുണിയോ വയറോ എടുത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്കൊന്ന് കണ്ടാച്ചാൽ മതി. അലിയൻസിൻ്റെ തല ഒന്ന് കണ്ടാൽ മതി. അലിയൻസിൽ ആരുടെ ഒരു തല എപ്പോഴും കംപ്ലൈന്റ് തന്നെ. ഏട്ടോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഈ വണ്ടി കൊടുത്തിട്ട് വേറൊരു വെറുതെ മനുഷ്യന്റെ എനർജി. പോയോ? ശ്യാമളമ്മ മറ്റേ മകൻ്റെ അടുത്ത് ഭയങ്കര തിരക്കായിപ്പോൾ. അതുകൊണ്ട് ശ്യാമളമ്മ അങ്ങോട്ട് ചേച്ചാച്ചൻ്റെ അടുത്ത് പോകാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇനി കറി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നാലും ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ വന്ന് സാധനം ഉണ്ടാക്കി തരാം. ഇത്ര പെട്ടെന്ന് വന്നോ? ഇത് ചോടി കയറി വരുന്ന പതിയെ തവണ വന്നാൽ പോരായിരുന്നോ? എൻ്റെ നാരായണി ആ ടി വി വെച്ചിട്ട് ശരിയാവുന്നില്ല. ടി വി ഓണാവുന്നുണ്ട്, പക്ഷെ വേറെന്തോ അതിൻ്റെ പിക്ചറൊക്കെ വരുന്നത്. കുറേ പിക്ചേഴ്സ് വരുന്നുണ്ട്.
പക്ഷെ അതിൻ്റെ കറക്റ്റ് പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ എൻ്റെ പണി ഇത് പൊട്ടിപ്പോയാനല്ലോ, ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കുഞ്ഞ് ഇത്രയും എടുത്തോണ്ടാ വന്നത്. ഇതന്നെ എന്തായാലും മേടിച്ചതിന് 1 കിലോ മേടിക്കാൻ പറഞ്ഞത്. സീനറീസ് ഒക്കെ വരുവാ, വേറൊന്നും വരുന്നില്ല. ഞാൻ ഞെക്കിട്ട് പനി കടന്ന് ഭയങ്കര കാർച്ചയായിരുന്നേ കേട്ടോ, ഭയങ്കര കാർച്ച. എന്നിട്ട് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ നിന്നെ കണ്ട നിന്റെ വർച്ച കേട്ടാ ചിലപ്പോൾ എണീക്കും. എന്നാ സംഭവം എന്നറിയത്തില്ല. നീ ഒന്ന് പോയി നോക്കിയേ, വെച്ച് നോക്കൊന്നും വേണ്ട, ഉറങ്ങണേ ഉറങ്ങിക്കോട്ടെ, ഇവിടെ നിന്ന് കണ്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഇനി അവസാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ കിടന്ന് കാറിക്കണ്ട, എന്നാൽ വയ്യാത്തായിരുന്നു. ഞാൻ പറയാം ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാനതൊക്കെ വെച്ച് കണ്ടോണ്ടിരിക്കായിരുന്നു ക്ലീറ്റോയൊക്കെ. ബാ എൻ്റെ പൊന്നു ഇവിടെ ഒന്ന് കാണാം, ബാ. എന്നാ മോൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. എൻ്റെ പൊന്നെ തീർന്നു ദിവസം. എന്തുനാ കുഞ്ഞാപ്പി? അടി വെക്കാൻ പറ്റുമോ?
ഹൈക്കമാൻഡിന് മുൻപിലേക്ക് വെച്ചത്. കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഷഫീ പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവർ. ശാംഭവിക്ക് കഞ്ഞി വേണമെന്ന് ചോദിച്ചപ്പോൾ ശാംഭവി പറഞ്ഞു എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് ഓണക്കോടി മതിയെന്ന്. ഇനി ഓണക്കോടി കൊടുത്താൽ വയറ് നിറയുമോ എന്നറിയത്തില്ലല്ലോ, മനസ്സ് നിറയുമായിരിക്കും. കഞ്ഞിയും വരും അസുഖം അല്ല സാംഭവി അല്ല നാരായണി എനിക്ക് ഇത് മൈലാഞ്ചി ഇട്ട് തരുന്നുണ്ടോ, നാരായണി ഇട്ട് തന്ന മൈലാഞ്ചി. നീ എല്ലാം കൂടെ ചാടിയത് ശങ്കര? ഇതിലെ കൂടെ ചാടിയേ? ഇതിലെ കൂടെ ശങ്കരനാണോ ഭാസ്കരനാണോ പാക്കരനോ? അട്ടി വെച്ച് കൊത്താൻ വേണ്ടിയാ കേട്ടോ. ഇതിലെ കൂടെ അങ്ങാണ്ട് ചാടിയാന്ന് തോന്നുന്നു. ഇത് ഇതിലെ കൂടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ശാംഭവിയേ ചോറുണ്ണണ്ടേ, ഉച്ചയായി. കാണുന്നില്ലല്ലോ. പൊന്നെന്നാ പറഞ്ഞ? പൊന്നിന് ചോറ് വേണ്ട, ഓണക്കോടി മതി എന്ന് പറഞ്ഞില്ലേ? എന്നാൽ കാര്യം ചെയ്യുന്നതിന് തൊട്ട് നമുക്ക് ചോറ് കഴിക്കണ്ട, ഓണക്കോടി മതി എന്ന് പറഞ്ഞ നാളെ മേടിക്കാമോ ഓണക്കോടിയോ? എന്തുവാ ഓണക്കോടി? എന്നാ മേടിക്കണ്ട? ഉടുപ്പോ, പാവാടയും ബ്ലൗസോ, ജീൻസും ബനിയനോ? എന്തുവാ മേടിക്കണ്ടേ? കഞ്ഞി കുടിച്ചാൽ മതിയോ ഓണക്കോടിക്ക്? ഏതാ ഇഷ്ടം? ഏതുടുപ്പാ ഇഷ്ടം? ഏതുടുപ്പാ? കറണ്ട് എന്നാ വരാത്തെ? എന്നാ വരാത്തെ? എനിക്കറിയുന്നല്ലോ. സദ്യ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ. എനിക്ക് സദ്യ കഴിക്കണം, ഇലക്കകത്തിട്ട്. ഇലയിട്ടിട്ട് ഏതൊക്കെ സദ്യ അല്ല ഏതൊക്കെ കറിയാ വേണ്ടേ? ചോറ് വിളമ്പിട്ട് എന്തൊക്കെ കറിയാന്ന് പറഞ്ഞേ? ആ ആ പഴം, ഉപ്പേരി, അതാണ് ചിപ്സ്. ആ പറ. കൈയിടാതെ. ആ അതിനെല്ലാം സ്പൂണ് തന്നേ. ബെസ്റ്റ്. ചൂടാണ്, ഫാനായ കറണ്ടില്ലല്ലേ. മഴ പോയപ്പോ അപ്പടി ഭയങ്കര ചൂടല്ലേ. അതവിടെ മാറ്റി വെക്ക്, എന്നിട്ട് അത് പിന്നെ കഴിക്കുക. എന്നിട്ട് ഇപ്പൊ സ്പൂൺ ഇട്ട് കഴിക്ക്. ആ പിച്ച് ചീന്ത അവിടെ മാറ്റി വെക്ക്. പിന്നെ ചെയ്യാം. ഇപ്പൊ അവിടെ കഴിക്കാൻ നോക്ക്. മഹിളാ മോർച്ചയും ഇത്രയും ദിവസം മഴ ആയതുകൊണ്ട് വെളി ഇറങ്ങാനായിട്ട് മടിയായിരുന്നു എല്ലാത്തിനും. ഇപ്പം കൈ കഴുകാൻ പോലും മടി. എന്നാ വെയിലാണ്. ആലോചിക്കുകയാണ് അതിൻ്റെ. എന്താ സിംബാ നിനക്ക്? മടിക്ക് ഓരോരോ കാരണങ്ങളെ. ശാമ്പുവിയും കുട്ടപ്പായും ജാനൂട്ടിയോ ആണോ? എവിടെ പിള്ളേരെ കണ്ടാലും അത് കുട്ടപ്പായും ജാനൂട്ടി ശാമ്പുവിയോ അല്ലേ? പിന്നെ തീർച്ചയായും മതി. നിന്റെ അപ്പ എന്തിയടി? അപ്പ എവിടെ പോയി? കറി കൊടുക്കാൻ പോയില്ല, കറി ഉണ്ടാക്കി കൊടുക്കാൻ പോയി. ശ്യാമമ്മ എന്തി? ഭൂമിക
പോരെ? ശ്യാമളമ്മ ചാച്ചാച്ചി അല്ലല്ല പ്രേമാമൻ്റെ അടുത്ത്. ഇപ്പോഴോ? സ്കൂളിലൊക്കെ പോകണ്ടേ? 2-3 ദിവസമായില്ലേ പോയിട്ട്? ആ സെലിബ്രേഷൻ ഉണ്ട്, ഓണം സെലിബ്രേഷൻ ഉണ്ട്. ആ അതിനൊക്കെ പോവണ്ടേ? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മിടുക്കിയായിട്ട് പോവണ്ടേ? അത്തപ്പൂവൊക്കെ ഇട്ട് അവിടെ പോയി പായസം കുടിക്കണം. സ്കൂളിൽ എന്ത് പ്രോഗ്രാംസ് ഉണ്ടെന്നറിയാവോ കുഞ്ഞിതൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ? അപ്പൊ പോകണം. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമ കുറയണം, പനി കുറയണം, അതിനടങ്ങിയിരിക്കണം. ചുമ്മാ അലറിക്കോട് നടക്കല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചുമ കൂടും. ഓണസദ്യ സൂപ്പർ. മോന്റെ ഫ്രണ്ട്സ് ഇല്ലേ? ആരാ? സാമുവല്, അലോഷി, പിന്നെ ആരായിരുന്നു? ആൽബിന്, പിന്നെ ആരാ? കപ്പലുണ്ട് ആരാ? പിന്നെ ആരെങ്കിലും ഇരട്ടപ്പേരാണോ? ചിപ്സ് ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറ്, തോരന്, മോര്, മെഴുക്കുവരട്ടി, പപ്പടം, പഴം, പായസം, പിന്നെ ശർക്കര പുരട്ടി, പിന്നെ ചിപ്സ്, അതൊക്കെ പറഞ്ഞു. ഇല്ല അങ്ങനെ മുണ്ടാക്കി എത്തിയിരിക്കുകയാണ്. ഒരു സെക്കൻഡ്. കോഴി 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 പൊക്കെ 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 പൊക്കെ. കാണോ കോഴി ഇവിടെ നിന്ന് ചാടി വന്ന്. ഇനി എങ്ങാനും ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് എങ്ങാനും മാറിയാണല്ലോ ഞാൻ കാലവരെ നിലത്തിരിക്കും. ആ കോഴിയോട് പറയുമായിരുന്നു. എവിടെ പോവന്നെ? എവിടെ പോവാ? വീട്ടിൽ പോവാണോ? എവിടെയാ എൻ്റെ പൊന്നിൻ്റെ വീട്? എവിടെയാ? ഇപ്പം എന്താ, നേരത്തെ ആയിരുന്നപ്പോൾ താഴത്തെ വീട്ടിലെ പട്ടി കുഴയ്ക്കും അതിൽ കയറി വരുമ്പോൾ, അപ്പോൾ അറിയാം ഇങ്ങോട്ട് അതിൽ കയറി വരുന്നതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ പട്ടി കുരയ്ക്കും ആരിലും അതിൽ കൂടെ പോയാൽ, റോഡിൽ കൂടെ പോയിട്ട് ആര് പോയാലും കുരയ്ക്കും. ആ ഉള്ള നല്ല കാര്യമാണ്. നേരത്തെ സിംബായ നമ്മുടെ വീടിനടുത്ത് ഇട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു കുരയും ഇതൊന്നുമില്ല. നമ്മളാരിലും അങ്ങോട്ട് പോകുമ്പോൾ, വരുമ്പോൾ കുരയ്ക്കല, പോകുമ്പം കുരയ്ക്കും. ഇപ്പം റോഡിൽ കൂടെ ആരെയും പോകാൻ നമ്മുടെ പയ്യൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ പയ്യൻ അവൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. എനിക്കിഷ്ടപ്പെട്ടടാ, അങ്ങനൊക്കെ വേണം കേട്ടാ. ആരാലൂടെ പോയോ? ഓടല്ലേടാ. കൊള്ളാലോ. എന്നിട്ട് എന്നാ പറഞ്ഞു? എന്നാണ്ട് റോഡാടാ, ആൾക്കാർ പോവും. ഇങ്ങോട്ടെല്ലാം കയറി വരുന്നുണ്ടെങ്കിൽ നീ വച്ചാൽ പോരെ കേട്ടോ. പറഞ്ഞു കേട്ടോ. ഇങ്ങോട്ടായാലും വരുമ്പം കുരയ്ക്കണം. എന്നൊക്കെ എന്നാ എന്നാ കൂട്ടിക്കയറാക്കാന്ന്. പോ കൂട്ടിക്കയറ്. പോയി ടാങ്കിനകത്ത് കയറി. നീ പോയി ടാങ്കിനകത്ത് കയറി ചെല്ലടാ. ഒരു മഴക്കാറ് കണ്ടോ? നല്ല മഴക്കാറുണ്ട്. പെയ്യുമായിരിക്കാം. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തുണി അങ്ങ് എടുത്താലോ.
അതെങ്ങനെ അങ്ങോട്ടൊന്ന് പോകാൻ സമ്മതിക്കുമോ? അപ്പോഴത്തേക്കും ചെറുക്കനെ കാലെ കയറി ഒന്ന് പിടിക്കും. ഡാ ഞാൻ ആ തുണി നിർത്തോട്ടെ. തമിഴ് ഹൊറർ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാരായണിക്ക് ഹൊറർ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭ്രാന്ത് പോലെയാണേ. എന്തോന്നടി എൻ്റെ കുഞ്ഞ് കണ്ടോ? ആ വരച്ചോ. പൂ വരച്ചോ കുഞ്ഞെ? പൂവ് ആ അങ്ങനെ അത് തന്നെ. ആ നാരക്കണ്ട മോൻ എന്തേലും വരച്ചോ, ഇഷ്ടമുള്ള വരച്ചോ കേട്ടോ. എടുക്കാൻ ആ വരച്ചോ കുഞ്ഞ് വരച്ചോ കേട്ടോ. സ്കെച്ച് എനിക്കറിയത്തില്ല, അതൊക്കെ നാരായണോട് ചോദിക്കണം. അതൊക്കെ ചേച്ചി പെണ്ണോട് ചോദിക്കാം, എനിക്കറിയത്തില്ല. ഓണം സെലിബ്രേഷൻ ഇന്നില്ല. ആ ഉടുപ്പ് കീറിയതാണല്ലോ, പിന്നെ എന്തിനാ അതെടുത്തിട്ടെ? നീ ഇട്ടേക്കുന്നേ ബ്ലൂവ് മോനല്ലേ ഇവിടെ കൊണ്ടുവച്ചത് ഇടാൻ? അമ്മയും ബ്ലൂ ഞാനും ബ്ലൂ. ചേച്ചി ബ്ലാക്ക് വൈറ്റ്. ഉറങ്ങിക്കോ. അമ്മയും ബ്ലൂ ഞാനും ബ്ലൂ. മതി അതിനകത്തിട്ട് കൈ ഇട്ട് കഴുകണം. അപ്പോൾ അതൊക്കെ പന്നവെള്ളമായി. വാ ഒരു ഇച്ചിരി ന്യൂട്രല എനിക്ക് തരാമോ അമ്മേ? എന്തിനാടാ ഗേറ്റിൽ? ഇന്നലെ ഒരു കുഞ്ഞ് പാമ്പിനെ അവിടെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ 24 മണിക്കൂറും ഗേറ്റിൻ്റെ അവിടെ കാവൽ നിൽക്കാമെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ കാവൽ നിർത്തിയേക്കുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, സിംബ. അവനാണ് ഇവിടുത്തെ രായാവ്. വന്നിട്ടില്ല, അപ്പം വന്നൊന്നുമില്ല. നമുക്ക് ഇല്ല ഇവിടെ ഇങ്ങ് വാ, അങ്ങോട്ടൊന്നും പോവല്ലേ. അപ്പയോ? അപ്പച്ചി മുണ്ടൊക്കെ. ആഹാ വായ മൊത്തം ന്യൂട്രലാണല്ലോ. അങ്ങനെ വെച്ച് തിന്നേ. ആര് പോന്നേ? സെലിബ്രേഷനോ? സെലിബ്രേഷൻ എന്താ അടുത്ത ആഴ്ചയല്ലേ കൊച്ചിന്? നിന്റെ ക്ലാസ്സിൽ ആരാണെന്ന് എനിക്കാണോ അറിയാവുന്നേ? മോനല്ല അറിയാവുന്നേ? അലോഷയുടെ അമ്മയൊക്കെ ക്ലാസ്സിലുണ്ടോ ഇപ്പൊ? അലോഷയുണ്ടോ? മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആരാ? മനോജോ? ഇമ്മാനുവലുണ്ടോ? സാമുവല്ലോ ഉണ്ടാ? ഇമ്മാനുവൽ നാരായണയുടെ ഫ്രണ്ട് അല്ലായിരുന്നോ കുഞ്ഞിലത്തെ LKG-യിലെ? അത് കേട്ടിട്ടല്ലേ കള്ളിപ്പെട്ട നീ ഇമ്മാനുവൽ എന്ന് പറഞ്ഞേ? ആണോ? ആണോ? ഓക്കെ ഉണ്ട്. പക്ഷെ ഈ 5 ആമ്പിള്ളേർക്ക് നടുവിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ശാംഭവി. ആ ക്ലാസ്സിൽ ഒരൊറ്റ പെങ്കൊച്ചേ ഉള്ളൂ, എൻ്റെ ശംഭുക്കുട്ടൻ. ഓ അമ്മമാരുണ്ടോ? രശ്മി ടീച്ചർ, ജിനു ടീച്ചർ. പിന്നെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? അത് ലിറ്റി സിസ്റ്റർ നിങ്ങളുടെ പ്രിൻസിപ്പൾ അല്ലേ? ക്ലാസ് ടീച്ചറിന്റെ പേരെന്നാ? സിസ്റ്റർ ആണല്ലോ മോൻ്റെ ക്ലാസ് ടീച്ചർ. ദൈവമേ, ഹന്നാമരിയ. മറന്നു പോയോ ടീച്ചറെ? സിസ്റ്ററിനെ മറന്നോടോ ഒരാഴ്ച പോയപ്പോ? ഹന്നാമരിയ സിസ്റ്റർ സ്കൂളിൽ കാണും. ഇന്നിപ്പോ പഠിത്തമുള്ളതല്ലേ? ഉണ്ട്. കുഞ്ഞിന് വയ്യാത്തോണ്ടല്ലേ കുഞ്ഞിനെ വിടാതിരുന്നേ? കുഞ്ഞിനെ വയ്യാത്തോണ്ടാ കുഞ്ഞിനെ വിടാതിരുന്ന കേട്ടോ. അവള് സ്കൂളിൽ പോയി. അവള് കുട്ടപ്പായുടെ കൂടെ പോയി. സ്കൂളിൽ പോയി. ശിവ സ്കൂളിൽ പോയി.
സ്കൂളിൻ്റെ ഒക്കെ നിറം ചോദിച്ചാൽ ഞാൻ എന്നാ പറയാം. അവള് പാലായിലെ തോന്നുന്നു, ഇവിടെ സ്കൂളിലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവൾ ഏത് സ്കൂളിലാന്ന് എനിക്കറിയത്തില്ല. അരവിന്ദയിലാണോ സെന്റ് മേരീസിലാണോ എന്ന് എനിക്കറിയില്ല. ഒന്നിൽ അരവിന്ദാന്നായിരിക്കും, അല്ലെങ്കിൽ സെന്റ് മേരീസ് എന്നായിരിക്കും. മോൻ്റെ സ്കൂളിൻ്റെ പേരിനാ ആശാനിലയം. ആ, ഏഞ്ചൽസ് ഗാർഡൻ, അങ്ങനെ ഒരു പേരുണ്ട്, അറിയാമോ? സ്കൂളിലെ പേരോ ഗ്രേസി മെമ്മോറിയൽ. ശ്യാമളമ്മ പഠിച്ച സ്കൂളാണ് ശിവാനി പഠിച്ച സ്കൂളും. ശ്യാമളമ്മ പഠിച്ച സ്കൂളിലാണ് ശിവാനി ഇപ്പം പഠിക്കുന്നത്. അതെനിക്കറിയത്തില്ല. അവനിവിടെ എവിടെയോ ഈരാറ്റുപേട്ടല്ലേ ഏതോ സ്കൂളിലാണ്. എൻ്റെ അപ്പയെ നോക്കി എവിടെ നിൽക്കുന്നത്. എൻ്റെ അപ്പ ഇനിയിപ്പം ഏത് സമയത്ത് വരുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പട്ടി കിടന്ന് ഭയങ്കരമായിട്ട് കുരയ്ക്കും. അല്ലേ നമുക്ക് ആ പറമ്പിലൊക്കെ പോയി കുറച്ച് ചുള്ളിയൊക്കെ പിറകിക്കൊണ്ട് വരാമായിരുന്നല്ലേ? ആ, പക്ഷെ എനിക്ക് ഈ സമയത്ത് പാമ്പിനെ ഇച്ചിരി പേടിയാണ്. ഈ പാമ്പിനെ ഭയങ്കര പേടിയാണ്. ഈ സമയത്തൊക്കെ ഇവനങ്ങ് ഇറങ്ങി നടക്കുന്നേ. ആ, പറമ്പിലെ ഉള്ളി ഉണ്ടാവും. ഉള്ളിയല്ല, ചുള്ളി. ഈ വിറകിൻ്റെ ചുള്ളിയില്ലേ, കുഞ്ഞു വിറക്. ആ, ശാമ്പവി പോലെ മെലിഞ്ഞ വിറക്. അമ്മച്ചില്ലേ? ഏതമ്മച്ചി? അമ്മച്ചി അവിടെ ഇല്ല. ഇങ്ങ് ബാ, ഇങ്ങ് വന്നേ, ഞങ്ങൾ പോണേ. ബാബാ, ഞാൻ പോവാം. അപ്പയൊക്കെ വന്ന് അവിടെ എല്ലാം ചുള്ളിലുണ്ട് കേട്ടോ. ശ്യാമമ്മയും കൂടെ ഉണ്ടായിരുന്നു പോകായിരുന്നു. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. ഇങ്ങ് വാ, അപ്പ വരുമ്പോൾ പോവേ. വാ, ഇങ്ങ് വാ, നോക്കാം അപ്പ എവിടെയാന്ന് ആദ്യം വിളിച്ചു ചോദിക്കട്ടെ. നോക്കി ഇതേ അമ്മ നമ്മുടെ അവിടെ ആ ഭാഗത്ത് അവിടെ താഴെ വരുന്നില്ല. നോക്കുമായിരുന്നു, ചുള്ളിൽ പോയി പെറുക്കായിരുന്നു. ഒരു 5 മണിയൊക്കെ കഴിയട്ടെ അല്ലേ ശാംഭവി? അപ്പോൾ വെയിലൊക്കെ താന്നിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു ചുള്ളിലെടുത്താൽ നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ടേ വളരെ എളുപ്പമുള്ളതല്ലേ. റോക്കി അവൻ്റെ കൂട്ടിൽ അങ്ങ് അങ്ങ് പറമ്പിൽ. ആ, മോൻ അങ്ങോട്ട് പോകുന്നില്ലാത്തതുകൊണ്ടല്ലേ അവനെ ഇപ്പം കാണാതെ. ഇത് പുളിമരം, കൊടംപുളി മരം. അതാ അത് കൊടി. കൊടിമരപ്പുളിയല്ല ഇത് പുളിമരം. ഈ കാണിച്ച പുളിമരം, ഇവത്തെ കൊടിയുണ്ട്, അങ്ങനെ പറയാം. അത് രണ്ടും കൂടെ നീ ഇതാക്കി പറയരുത്. ആ, മിടുക്കൻ. അത് തന്നെ, മീൻകറിക്കകത്തിരുന്ന പുളിയില്ലേ, അതാണ് കൊടംപുളി. മിടുക്കി. ആ, അപ്പൊക്കെ പരിപാടി ആക്കറിയാം. ഫോൺ വിളിച്ചേ? മേടിക്കാൻ എത്ര 15 കിലോ ആയിട്ടോ ഞാൻ വരുന്നത്. ഞാൻ ചേട്ടാടെ കിലോ അല്ലല്ലോ ചോദിച്ചേ. ഞങ്ങൾ വല്ല ചേട്ടാടെ കിലോ ചോദിച്ചോ എത്ര കിലോ ഉണ്ടെന്ന്? 1 കിലോ വാഴക്കൊല ഇതിനകത്ത്. വാഴക്കൊലയോ? 1 കിലോയോ? കൊല ബാഗിനകത്താണോ കൊണ്ടുപോകുന്നത്? കൊല ബാഗിനകത്തല്ല. ഇത് നൂഡിൽസ് ഇതായിരുന്നു നീ മേടിച്ചത്? ഹാലി കൊടുത്തേക്കാ. കൊഞ്ഞിനൊന്നും എടുക്കത്തില്ല, ഉള്ള ആരോഗ്യമൊന്നുമില്ല. ആരാ അപ്പോൾ പിന്നെ ഇത് കളയാൻ വെക്കുന്നേ? ഇതാ നാരായണി, അതൊന്ന് ഇട്ട് വെച്ചേക്ക്. എന്നിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞേ. ഫോൺ എടുത്തിട്ട് പറഞ്ഞേ. ശാംഭവി എത്ര നേരം ഇവിടെ നിൽക്കുമെന്നറിയാം, അതല്ലേ വിളിച്ചത് അങ്ങോട്ട് നിന്നെ കാണാൻ. മരക്കാർ റോഡ് കണ്ടിട്ട് പിന്നെ കാണിക്കുന്നത് ബസ് സ്റ്റാൻഡാ. എന്തിന്?
എത്ര നേരം ഞങ്ങൾ മരക്കാറുണ്ട് ഇവിടെ വന്നിരുന്നറിയാവോ? ചേച്ചാച്ചിക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തോ? പനിയും പിടിച്ച് പൊറോട്ട വരാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊരു ഇതെന്നാ വേറെ സാധനം നോക്കണ്ടോ? എവിടുന്ന കായ? കായൊക്കെ പറയല്ലോ, പറയത്തില്ല. രഹസ്യം ആണോ? എവിടുന്നായാലും കായ കിട്ടിയാൽ മതി. ഒരു കൊല വെട്ടി കണ്ടിച്ച് ഇങ്ങനെ വെച്ചാണ് കാണുന്നത്. നീ എന്നാ പോയി കാണിക്കുന്നത്? നിനക്ക് വല്ല വീഡിയോ ഇല്ല. 3 കിലോ കൊല്ലയെ കൊണ്ടുവച്ചേക്കുന്നു ഇവിടെ. മിണ്ടരുതാ, കൊച്ചിനെ കൊണ്ട് അത്രയും ചോപ്പ് കയ്യിലോട്ട് കൊണ്ട് കൊടുത്തിട്ട്. ആര്? അവളൊരു സന്തോഷത്തിന് പനിയൊക്കെ മാറിയെന്ന് അറിയണ്ട കേട്ടോ. അവൾ ഓക്കെ ആയെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ചാ. നീക്കി വെക്ക്. കുരങ്ങന്മാരിലാണ് പെണ്ണോ അമ്മമാര് തെരഞ്ഞു ഇവിടെ വന്നു. അമ്മമാർക്കില്ല ആവശ്യം. ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ പറക്കി തിന്നാലും. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സ്ഥിരമാകരുത്. ഏകദേശം എത്ര ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയി ഇവിടുന്ന്? ഇവിടെ ഉണ്ട് ഇപ്പം കുരങ്ങ്. കുട്ടിക്കാലത്ത് നല്ല ഇങ്ങോട്ട് ഉള്ള കുരങ്ങന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. അയ്യോ മതി മതി. നീ എന്നാ മേടിച്ച? ഞാനൊക്കെ ഓക്കെ. ജയ എന്നല്ലോ അഴുക്കാന്ന് പറയത്തുള്ളൂ. ജയ വരാഹമായോണ്ടേ, വരാഹമായോണ്ട് ജയ അഴുക്കാന്നേ പറയുള്ളൂ. എന്നാലേ അവക്ക് ഇടയ്ക്ക് തൂക്കാൻ കൂടി. വരാഹി ഒരു പൂവനെ കാണാനില്ലല്ലോ. ഞാൻ പോയ സമയത്ത് നീയൊക്കെ കറി വെച്ച് തന്നോടി. കറി വരുമ്പോ നീ വഴക്ക് പറഞ്ഞ് പണങ്ങിപ്പോയാണോ? ചെറുതാ, ഇതിനേക്കാൾ ചെറുതാ. ഇത് ശങ്കരൻ ഭാസ്കരനെ വഴക്ക് പറഞ്ഞേ. വഴക്ക് പറഞ്ഞാനാ പോയെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ അങ്ങനെയാണ് എവിടെ പോണം? ഞങ്ങളെപ്പോഴല്ല, കോഴിക്ക് ഫീൽ ചെയ്താണ്. ഞങ്ങൾ നാണോ ഇല്ലാതെ ഫീൽ ചെയ്താണ്. ഞാൻ വഴക്ക് പറഞ്ഞേ. പിന്നല്ല ഇതിന്റെ മണ്ടക്കൂടെ പട്ടിക്ക് ഫീൽ ചെയ്തിട്ട് പട്ടി ഇറങ്ങി പോകുന്നില്ലേ? വിശക്കുമ്പോ തന്നെ വന്നോളൂ. പിന്നെ അങ്ങനെ പോകത്തില്ല കോഴി. കീരിയൊന്നും പിടിക്കുകയല്ലേ ഇത്ര വലിയതിനെ ഒന്നും. രാവിലെ ഉണ്ടായിരുന്നു. നാരായണി പറയുന്നത് കീരി പിടിക്കുകയല്ലേ. പിന്നെ എന്റെ കോഴി കീരി പിടിക്കാനാണ് എപ്പോഴും പിടിക്കണം. എത്ര നാളായിട്ടുണ്ട് കീരിയുണ്ട്. ആ കോഴി ഇത് ഇത്രയും ഭാഗത്ത് കാണണ്ട അങ്ങനെയില്ല ഇപ്പം. അല്ല പിന്നെ ഞാൻ ഉള്ളപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മൾ തന്നെയിലൊക്കെ ഞാനെങ്ങോട്ടൊരു മാറിക്കഴിഞ്ഞാൽ അന്ന് ഇവിടെ എന്നെ ഒരു നഷ്ടമാണ്. അപ്പം നിൻ്റെ ചേച്ചാച്ചി അവിടെ പട്ടണി ഇറങ്ങി ആകുകയല്ലേ. കാണാനില്ല, മൊത്തം തപ്പിയായിരുന്നു. അത് കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് എല്ലായിടത്തും നോക്കി. ഇതിന് ഈ പറമ്പ് വിട്ട് എങ്ങോട്ടും ഇതുവരെ പോയിട്ടില്ലാത്ത കോഴിയാണ്. വേറെ എങ്ങോട്ടെങ്കിലും ചാടിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. എടുത്താ ക്യാമറ വെച്ചോണ്ട് ഞാൻ ഡാൻസ് കളിക്കണം. എന്നാലും ഒരു അരമണിക്കൂർ ആവത്തുള്ളൂ. കൊച്ചിനെ അതിനകത്തൊരു പൂട്ടിട്ട് വന്നോ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് അവനിവിടെ പോയതാ. അപ്പം വേറെ ലൈൻ വല്ലതും പിടിച്ചോ. ഇവിടെ ഒന്നും വേറെ ആർക്കും കോഴിയില്ലല്ലോ. ജയേ നിന്റെ മോൻ വന്ന്. ആ എവിടെ നിന്നാന്ന് ആർക്കറിയാം. പിന്നെ അതിനൊക്കെ ആരെങ്കിലും പുണങ്ങിപ്പോവും. ഞാൻ വഴക്ക് പറഞ്ഞാണോടാ നീ പിണങ്ങിയ? ഞാൻ അവനെ വഴക്ക് പറഞ്ഞത്, ചെറുതിനെ. ഇതേ വലുത്.
ഇവനായിരുന്നോ പോയേ? പോയതാരാ? അവനാ പോയേ. ഇവൻ പോയിട്ടില്ല. ഇവൻ്റെ പോത്ത് പൊടി കിടക്കുന്നുണ്ടോ? ഞാൻ ഇട്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവൻ. എങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. ദേഹത്ത് കണ്ടോ കിടക്കുന്നത് തീറ്റ. ആ എവിടുന്നോ ഇവിടെ പെട്ടെന്ന് കുക്കിക്കുന്നു ഒച്ച കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേനും ചിലപ്പോൾ വെളിക്ക് പോയതാണോ ഇതിൻ്റെ പറമ്പിൽ അപ്പുറത്തെ പറമ്പിൽ ചാടി. അല്ലല്ലോ അത്. അല്ല വേറെ കാമുകിമാരും വല്ലതും ഉണ്ടോന്ന് പറയാൻ ഇവിടെ അടുത്ത് കോഴി ഉള്ളതായിട്ട് അറിയത്തുമില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. കളറാണല്ലോ എൻ്റെ കളർ. ഞാൻ കോഴി നോക്കിയോ വന്നല്ലോ ആള്. ഇപ്പോൾ ആൾക്കാർ വേറൊരു പേരാണ് വിളിക്കുന്നത്. കോൺഗ്രസിലെ ഒരു നേതാവിൻ്റെ